നമസ്കാരം. ഇസ്രയേൽ മിലിറ്ററി ഹമാസ് എന്ന ഭീകര സംഘടനയെ ഗാസ മുനമ്പിൽ നിന്നും നാമാവിശേഷമാക്കിയതിനു ശേഷം ഇസ്രയേലും ഹമാസും തമ്മിൽ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. വെടിനിർത്തൽ നിലവിലുള്ള ഈ അവസരത്തിൽ സമാധാനാന്തരീക്ഷം നിലനിർത്താൻ ശ്രമിക്കുന്നതിന് പകരം ഗാസ സ്ട്രിപ്പിലും വെസ്റ്റ് ബാങ്കിലും ബേസ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭീകരവാദികൾ ഇസ്രയേലിൻ്റെ 3 പാസഞ്ചർ ബസ്സുകളിൽ ബോംബാക്രമണം നടത്തിയിരിക്കുകയാണ്. നിർത്തിയിട്ടിരിക്കുന്ന ബസ്സുകളിൽ യാത്രക്കാരില്ലാത്ത സമയത്താണ് ബോംബ് ബ്ലാസ്റ്റ് നടത്തി എന്നതുകൊണ്ട് തന്നെ വലിയ ആളപായങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ബോംബ് ബ്ലാസ്റ്റിൻ്റെ ഉത്തരവാദിത്വം ഒരു ഭീകര സംഘടനയും ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. തകർക്കപ്പെട്ട ബസ്സുകളിൽ നിന്നും 4 എക്സ്പ്ലോസീവ് ഡിവൈസുകൾ ഇസ്രയേൽ പോലീസ് ഇതിനോടകം തന്നെ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇസ്രയേൽ ഗവൺമെൻറ്റും അവരുടെ മിലിറ്ററിയും സംശയിക്കുന്നത് പാലസ്തീൻ ബേസ്ഡ് ടെററിസ്റ്റ് ഓർഗനൈസേഷനാണ് ഈ മൾട്ടിപ്പിൾ ബോംബ് ബ്ലാസ്റ്റിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്നാണ്. ഈ ബോംബ് ബ്ലാസ്റ്റ് നടന്നതിന് ശേഷം ഹാലിളകിയ ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു ഇസ്രയേൽ മിലിറ്ററിയോട് ഉത്തരവിട്ടിരിക്കുകയാണ് വെസ്റ്റ് ബാങ്കിൽ ഭീകരവാദികൾക്ക് എതിരെ വലിയ തോതിലുള്ള കൗണ്ടർ ടെററിസം ഓപ്പറേഷൻ നടത്താൻ. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള യുദ്ധം മൂലം ദശലക്ഷക്കണക്കിന് ജനങ്ങളാണ് ഗാസയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പലായനം ചെയ്യപ്പെട്ടത് എന്ന് മാത്രമല്ല, അതിൽ ഭൂരിഭാഗം പേരും ആവശ്യത്തിന് ഭക്ഷണവും കിടപ്പാടവും വെള്ളവും മരുന്നുകളും കിട്ടാതെ പലയിടങ്ങളിലായി കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പരിസ്ഥിതിയിൽ ഇസ്രയേലും ഹമാസും തമ്മിൽ ഇപ്പോൾ നിലവിലുള്ള വെടിനിർത്തൽ കരാറിന് പരിപൂർണമായി പിന്തുണ കൊടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് ജനങ്ങളെ പുനരധിവസിപ്പിക്കാൻ ശ്രമിക്കുന്നതിന് പകരം ഇസ്രയേലിൽ പലയിടങ്ങളിലായി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് വെടിനിർത്തൽ കരാറിനെ വളരെ മോശമായി ബാധിക്കുമെന്ന് മാത്രമല്ല, ഭീകര പ്രവർത്തകർക്ക് ഇസ്രയേൽ മിലിറ്ററിയുടെ കയ്യിൽ നിന്നും ശക്തമായ തിരിച്ചടികൾ നേരിടേണ്ടതായി വരും.